ന്യൂ ഇയർ റെസൊല്യൂഷൻസ് പറയുമ്പോൾ പല റെസൊല്യൂഷൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നാളെ തൊട്ട് ജിമ്മിന് പോകും, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, നാളെ തൊട്ട് പഠിക്കാതിരിക്കും, അടി ഉണ്ടാവില്ല, അടി ഉണ്ടാവില്ല, അങ്ങനെ കുറേ തീരുമാനങ്ങൾ. പക്ഷെ ഇതിൽ സ്റ്റഡീസ് കണക്കുകൾ പറയണമെന്ന് പറഞ്ഞാൽ ഇതിലൊരു 23% ആൾക്കാരും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തോറ്റു പോകും. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അവരെന്ത് ചെയ്യും, ഇങ്ങനെതായിട്ടൊന്ന് പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഈ സിഗരറ്റ് വലിയെന്ന് വിചാരിച്ചോ, സിഗരറ്റ് വലിക്കൽ തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തിയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ ഒരു സിഗരറ്റിൻ്റെ കുറ്റി വലിച്ച് വിചാരിച്ചു, നമ്മളെന്ത് വിചാരിക്കുക, ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്ര ആയില്ലേ, നിർത്താൻ വിചാരിക്കും. ഇപ്പോൾ ഈ സിഗരറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ സിഗരറ്റ് വലി ഇപ്പം നിർത്തും, നാളെ നിർത്തും. ഞാൻ ഒരിക്കലും അഡിക്റ്റഡ് അല്ല. അതിങ്ങനെ 21 ഡേയ്സ് എന്താ പറയുക അടുപ്പിച്ചിങ്ങനെ വലിച്ചാൽ മാത്രമാണ് ഈ അഡിക്റ്റഡ് ആവുള്ളൂ, ഏതൊരു സാധനം അഡിക്റ്റഡ് ആവുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് അവൻ അഡിക്റ്റഡ് ആണെന്ന് സമ്മതിക്കേണ്ടായിരുന്നില്ല പണ്ട്. ഇപ്പൊ അവൻ സമ്മതിച്ചു, എടാ ഞാൻ അഡിക്റ്റഡ് ആയടാ, കയ്യുന്നോ ഇനി വിചാരിക്കുന്നോ ഈ സാധനം നിർത്താൻ ഭയങ്കര പാടാണ്, നീ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമല്ല, ആ ഒരു രീതിയിലോട്ടാണ് അവൻ മാറി. ഇനിയിപ്പോൾ ഇയാളെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇയാളിപ്പോൾ ഇനി ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ആ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം അയാൾ തീരുമാനം എടുക്കുക വിചാരിച്ചോ, നാളെ ഒന്ന് നിർത്താം. പക്ഷെ അങ്ങനെ നിർത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ആറ്റോമിക് ഹാബിറ്റ്സ് ബുക്കിൽ പറയുന്നുണ്ട്, ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പഴയൊരു ഹാബിറ്റ്, നമ്മളിപ്പോൾ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കളയാനോ ഭയങ്കര പണിയാണ്, ഒറ്റയടിക്ക് പറ്റില്ല. അത് നമ്മൾ ഗ്രാജുവലി ഇപ്പോൾ ഒരു 4 പഫ് എന്നുള്ളത് ഇത് 3-2-1 കൊണ്ടുവരിക, ആ രീതിയിലേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഗുളിക കഴിക്കുന്ന പോലെയാണ്, 1 വീതം 3 നേരം വെച്ച് വിടും, അതാണ് സംഭവം. അങ്ങനെ ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഏത് അഡിക്ഷൻ ആണെങ്കിലും, ഫോൺ അഡിക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഒറ്റയടിക്ക് നമ്മൾ നിർത്തുക പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആ കൺഫ്യൂഷൻ ആവും, എന്തൊക്കെ ഇയാളൊന്ന് ആ ഡോപ്പമൈൻ സ്ട്രൈക്ക് റിലീസ് നമുക്ക് തരാതെന്ന് വിചാരിക്കും ബ്രെയിന്. കൃത്യമായി സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട് 21 ഡേയ്സ് പക്കയായിട്ട് കൊണ്ടുപോകണം, അത് ആർക്കും പറ്റില്ല. അത് ഈ 21 ഡേയ്സിനെ സെക്ഷൻ തിരിക്കും. ആദ്യത്തെ 7 ദിവസമാണ് കഠിനം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമാണ്, ക്രേവിങ് ആയിരിക്കും. അങ്ങനെ ക്രേവിങ്ങിന് അങ്ങേറ്റം 7ാമത്തെ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ പറഞ്ഞാൽ ബ്രെയിൻ ഇങ്ങനെ ഇല്ലാണ്ടാവും. 7 ദിവസം കഴിയുമ്പോൾ 2ാമത്തെ ആഴ്ച ഒന്നുകൂടി ഒന്ന് ലൈറ്റ് ആവും, പിന്നെ 3ാമത്തെ ആഴ്ച കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്നും റെസിസ്റ്റൻസ് കിട്ടിയ പോലെ ഫ്രീ ആയ പോലെ തോന്നും. ഫ്രീ ആയ പോലെ തോന്നും. നമ്മളിപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ 23% ആൾക്കാർ ആദ്യത്തെ ആഴ്ച തന്നെ പോകും, നമ്മൾ പറഞ്ഞ ആൾക്കാർ. പിന്നെ പറഞ്ഞാൽ ബാക്കി ഒരു 60% ഒരു മാസത്തിനുള്ളിൽ തന്നെ പോകും. വെറും 9% ആൾക്കാർ മാത്രമാണ്, അതും ഇപ്പോൾ അമേരിക്കയിൽ മാത്രം നടന്ന സ്റ്റഡി, 9% ആൾക്കാർ മാത്രമാണ് ഇതൊന്ന് ജെന്യൂനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ, അത്രയും ഇതിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ. പക്ഷെ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ അഡിക്ഷൻസ് അല്ല, ചെറിയ അഡിക്ഷൻസ്, ചെറിയ പുതിയ ഹോബീസ്. ഇപ്പോൾ നാളെ രാവിലെ ഒരു എനിക്ക് ജിമ്മിന് പോവുക, അങ്ങനത്തെ ഒക്കെ. പിന്നെ വേറെ കണക്ക് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആ ഒരു ജനുവരി മാസത്തിലാണ് കൂടുതൽ എന്തിനാണ് ജിമ്മിൽ അഡ്മിഷൻസ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു 12% ആൾക്കാർ, ആ അഡ്മിഷൻ നടത്തിയ 12% ആൾക്കാരും പിന്നീട് എന്ത് ചെയ്യണില്ല, കണ്ടിന്യൂ ചെയ്യണില്ല. ഇതിപ്പോ നമ്മുടെ ഒരു ജിമ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ തിരക്കായിരുന്നു, തിരക്ക് പറഞ്ഞ അമ്മാതിരി തിരക്കായിരുന്നു ജിമ്മില്. ഇപ്പൊ പോകുമ്പോ ഞാനും ഉണ്ടാവും, ട്രെയിനറും ഉണ്ടാവും, വേറെ ആരുമില്ല. പിന്നെ ഇടയ്ക്ക് 2-3 പേര് വരും, പോവും, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട്, മറ്റേ അന്ന് ജിമ്മ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു കൂട്ടുകാരെ, ഇവൻ അവിടെ പോവും, എന്നിട്ട് മറ്റേ മിറർ സെൽഫി എടുക്കും. മനസ്സിലായി, ഡേ 1, 2ാമത്തെ ഡേ 2, 3ാമത്തെ ഡേ 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര മിറർ സെൽഫി പോകും. ഇങ്ങനെ പോവാണെങ്കിൽ സെറ്റ് വന്നിട്ട്, എന്നിട്ട് ഇവൻ തിരിച്ചു വരുന്ന സമയത്ത്, അതായത് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഫുൾ എഡിറ്റിങ് ഡേ 1 എന്നൊക്കെ എഴുതിയിട്ട് ഭയങ്കര ഒരു 1/2 മണിക്കൂർ അതിന് മുകളിൽ ഇരിക്കും. അങ്ങനെ ഒരു 5 ദിവസം 6 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വഴിക്ക് കണ്ടിട്ടില്ല, നിർത്തി. കാരണം അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ജിമ്മിൽ വരേണ്ട ആൾക്കാർ വരവ് നിർത്തി, മനസ്സിലായ സംഭവം. അവര് നിർത്തി, പിന്നെന്തിനാ ഇവൻ പോകുന്നത്, അതാണ് സംഭവം. പിന്നെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് വരെ എല്ലാവരും പോകുന്നത്. ഇപ്പോൾ ട്രെൻഡ് അതാണ്, ജിമ്മിന് പോവുക. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, ഇപ്പോൾ ജിമ്മിന് പോവുക, അപ്പോൾ എല്ലാവരും ജിമ്മിന് പോയി. ട്രെൻഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്തി. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബ്രെയിൻ ഒരു സംഭവം പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാം, നാളെ മുതൽ രാവിലെ എനിക്ക് ജിമ്മിന് പോകണം, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഓടാൻ പോകണം. എന്നിട്ട് പറയുമ്പോൾ ബ്രെയിനോട് ഒരു സുഖം കിട്ടുന്നുണ്ട്, അവിടെ ഒരു ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു റിലീസ് കാരണം നമ്മൾ ശരിക്കും ആ ഒരു റിലീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ആ ആക്ഷൻ ചെയ്യണതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വലിയ ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സമയത്ത് അത്ര ഡോപ്പമിൻ റിലീസ് ഉണ്ടാവണില്ല. കാരണം ഇതിന്റെ ഒരു സ്റ്റഡി പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോവാണെങ്കിലും അത് എല്ലാവരുടെ അടുത്തും പറയാം, എടാ ഞാൻ നാളെ മുതൽ പഠിക്കാൻ പോവാ, എടാ ഞാൻ നാളെ മുതൽ രാവിലെ നേരത്തെ നിൽക്കും. ഈ പറയുന്ന ടൈമിൽ, ആ ടൈമിൽ ബ്രെയിൻ ഒരു ഡോപ്പമിൻ, ആ ഒരു സുഖം കിട്ടും. പിന്നെ അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തീരുമാനം എടുത്താൽ ചെയ്യുക, ഓൺ ദ സ്പോട്ടിൽ ചെയ്യുക, നാളേക്ക് എന്നുള്ള ഒരു സംഭവം അവിടെ പാടില്ല. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്തിന് ശേഷം കൂടുതൽ ആൾക്കാർ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡീറ്റോക്സുകളാണ്. അതായത് സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കുക, ഈ നാളെ മുതൽ ഞാൻ സ്ക്രീൻ ടൈം കുറക്കും,
അതാണ് മിക്ക ട്രെൻഡും, മിക്ക ആൾക്കാരും അതാണ് അപ്പോൾ അവരെ മെയിൻ ഇതായിട്ട് കാണുന്നത്, ഡിജിറ്റൽ ഡീറ്റോക്സ്. ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു 2-3 ആഴ്ചയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മളെടുത്ത ഒരു സംഭവമില്ലേ, നമ്മളെടുത്ത സംഭവം അത് പറഞ്ഞ സത്യം എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. അതായത് 2 ദിവസം ക്രേവിങ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെപ്പാടെ ഒരുമാതിരി പ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും. അത്രയ്ക്കും ക്രേവിങ് ആണ്, ഫോൺ എടുക്കണം. പിന്നെ നമ്മളതിൽ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാൻ തുടങ്ങി, എങ്ങനെയൊക്കെ ഇത് കളയാം എന്നുള്ള സംഭവം. നമ്മളതിൽ കുറേ ബ്ലോക്കേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ ലൂപ്പോസ് കണ്ടുപിടിച്ച്, കാരണം ശരിക്കും നമ്മളല്ല ചെയ്യണത്, ഇത് ബ്രെയിൻ ഇതാക്കിയിട്ട് നമ്മളെ കൂടെ ചെയ്യിപ്പിക്കണ പോലെ നമുക്ക് തോന്നും. പിന്നെ ബ്രെയിന് ഹാബിറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ബിടെക് സ്റ്റുഡൻസ് ആണല്ലോ, ചില ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ് അക്കാഡമിക് കംബാക്ക് നടത്താൻ നോക്കും പല ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു 10-15 സപ്ലിയുള്ള ആൾക്കാരൊക്കെ. ഇപ്പം നമ്മളൊരു സുഹൃത്ത്, നമ്മളൊരു കൂട്ടുകാരുണ്ട്, ഇവൻ എന്ന് പറഞ്ഞാൽ ഇവനക്കൊരു 15 സപ്ലി കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവന് ടീച്ചർമാരോടൊക്കെ വെല്ലുവിളിച്ചിരിക്കുക, ഈ 15 സപ്ലി ഒരു ഒറ്റ സെമ്മിൽ എഴുതി തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്ത്, പൈസ എറിഞ്ഞ് എല്ലാ സപ്ലിക്ക് രജിസ്റ്റർ ചെയ്ത്. അതേപോലെ തന്നെ അക്കാഡമിക്സ് ഇപ്പോഴത്തെ ഈ ഒരു സെമ്മിലത്തെ വിഷയം കൂടാതെ 15 സബ്ജക്റ്റും എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് എഴുതി തീർക്കാനുള്ള പ്ലാനാണ്. ഈ പറഞ്ഞ കൂട്ടനെ കഴിഞ്ഞ ദിവസം കണ്ടൊരു സപ്ലൈ എഴുതിയിട്ട് എടാ പോയടാ പറഞ്ഞ. അപ്പോൾ അതാണ് അവസ്ഥ, എല്ലാവരും ഇങ്ങനെ അക്കാഡമിക് കംബാക്ക്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം കറക്റ്റാണ്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ 15 സപ്ലി ഒറ്റയടി ക്ലിയർ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോപ്പമൈൻ സ്പൈക്ക് ഉണ്ട്. നേരെ മറിച്ച് ആ പഠിച്ച് അത് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ഡോപ്പമൈൻ ഇല്ല, റിവാർഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ റിവാർഡിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കിട്ടൂല, ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ സപ്ലിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ ഇത് ത്വരയും കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കൊരു 2-3 സപ്ലിക്കാണെങ്കിൽ നമുക്ക് അക്കാഡമിക് കംബാക്ക് നടത്താൻ കഴിയും. പക്ഷെ നേരെ മറിച്ച് 10-15 സപ്ലിയുള്ള ആളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചില്ലറ മോട്ടിവേഷൻ പോരാ. ബട്ട് സ്റ്റിൽ അത് വിചാരിച്ചാൽ ചെയ്തെടുക്കാവുന്ന ആൾക്കാരുണ്ട്, ചെയ്തെടുത്ത ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ ലാസ്റ്റൊക്കെ ഈ നമ്മളെ കുറേ സീനിയേഴ്സൊക്കെ ഉണ്ട്, ഇവർ ഈ ലാസ്റ്റ് ഈ എല്ലാവരും പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ എഴുതിയെടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു സീരിയസ്നെസ് വരിക, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് സെമ്മിനോട് അടുക്കുന്ന സമയത്ത്. അത്രയും കാലം വരെ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു കിട്ടണമെന്നില്ല, പക്ഷെ ലാസ്റ്റ് സെമ്മിൽ ചപ്പർ കുഴപ്പമൊന്നുമല്ല. അപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, ബിടെക്കിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ പോയിട്ടുണ്ടാവും.